നമസ്കാരം മാഡം. കുട്ടികളിലെ ഡെവലപ്മെന്റ് ഡിലേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതിന്റെ വളർച്ചാ ഘട്ടങ്ങൾ താരതമ്യേന മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഡിലേ ആകുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ ഡിലേയുടെ ഇയർലി സൈൻസ്. പ്രധാനമായും കൈ തുറയ്ക്കാൻ വൈകുക, കുഞ്ഞ് കമരുക ലേറ്റ് ആവുക, കുഞ്ഞ് ഇരിക്കുക, നടക്കുക തുടങ്ങിയ മൈൽ സ്റ്റോൺസ് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ലേറ്റ് ആകുമ്പോൾ നമ്മൾ കുഞ്ഞിന് ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി വരുന്നത് സ്പീച്ച് ഡിലേ ആണ്. സംസാരം ഡിലേ ആവുക ഒരു സൈനാണ്. അടുത്തതായിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള കുഞ്ഞിന്റെ ഇന്ററാക്ഷൻ കുറയുക, കുഞ്ഞ് സ്വന്തമായി ഇരുന്ന് സ്വയം കളിക്കുക, മറ്റു കുഞ്ഞുങ്ങളോട് കളിക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുക തുടങ്ങിയവയെല്ലാം കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ ഡിലേയുടെ ബാക്കി സൈൻസ് ആണ്. HPV വാക്സിൻ എടുക്കുന്നത് സേഫ് ആണോ? ഈ വാക്സിൻ കുഞ്ഞുങ്ങളിൽ സേഫ് ആണോ എന്നത് പല പാരന്റ്സിനും സംശയമുള്ള കാര്യമാണ്. ആദ്യമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് പ്രധാനമായും സെർവിക്കൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, ആണുങ്ങളിൽ പെനിൽ ക്യാൻസർ തുടങ്ങിയ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്ന വളരെ മാരകമായ ഒരു വൈറസ് ആണ്. ഈ വാക്സിൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫായി കൊടുക്കാവുന്നതാണ്. പ്രധാനമായും 9 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ നൽകേണ്ടതാണ്. പ്രധാനമായി 2 ഡോസ് വാക്സിൻസ് ആണുള്ളത്. അത് 6 മാസ ഗ്യാപ്പിൽ നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്ത് നമ്മൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ഈ HPV വാക്സിൻ ആൺകുട്ടികൾക്ക് എടുക്കാവോ? ആൺകുഞ്ഞുങ്ങൾക്കും നമ്മൾക്ക് ഇതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എടുക്കാവുന്നതാണ്. അതിൽ നിന്ന് അവർക്ക് പെനൈൽ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ഓറൽ ക്യാൻസറിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഈ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അല്ലാത്ത വാക്സിൻസ് കൊടുക്കുന്നത് സേഫ് ആണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫായി നൽകാൻ ആവുന്ന അടുത്ത വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. ഇത് നമ്മൾക്ക് വൈറൽ ഫീവേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നു. വാക്സിൻ നൽകേണ്ട ക്രമം എന്ന് പറയുന്നത് 6 മാസം മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആദ്യ 2 ഡോസ് വാക്സിൻ 1 മാസ ഇന്റർവെല്ലിൽ നൽകണം. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും കുഞ്ഞുങ്ങൾക്ക് ഫ്ലൂ വാക്സിൻ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. 9 വയസ്സിന് മേളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആനുവലി ഓരോ ഡോസ് വാക്സിൻ എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ വാക്സിൻസ് ഒക്കെ SP ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ? എല്ലാ വാക്സിൻസും നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് വാക്സിൻ എടുക്കാനായിട്ട് വരാവുന്നതാണ്.